എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ക്രീനിങ്, ക്യാൻസർ സ്ക്രീനിങ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്ക്രീനിങ് എന്നുള്ളതാണ്. സ്ക്രീനിങ്ങും പ്രിവെൻഷനും വളരെ വ്യത്യസ്തമായ രണ്ട് സംഭവങ്ങളാണ്. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്, അത് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് സ്ക്രീനിങ് എന്ന് പറയുക. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇത് ക്യാൻസർ ഉള്ള ഒരു രോഗിക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള രീതിയാണ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. എല്ലാ ക്യാൻസറുകളിലും ക്യാൻസർ സ്ക്രീനിങ് ലഭ്യമല്ല. എന്നാൽ ചില ക്യാൻസറുകളിൽ ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ റുട്ടീനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം തരികയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറാണ് ക്യാൻസർ സ്ക്രീനിങ് ഏറ്റവും കൂടുതൽ വ്യത്യാസം കാണപ്പെട്ടിട്ടുള്ള ഒരു അർബുദമായിട്ട് വന്നിട്ടുള്ളത്. മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റേ അല്ലെങ്കിൽ 3D മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള മാമോഗ്രാം ടെസ്റ്റിലാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീൻ ചെയ്യുക. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നത് 45 വയസ്സിൽ മുകളിലുള്ള എല്ലാ സ്ത്രീകളും, ചില ഗൈഡ് ലൈൻസിൽ 40 വയസ്സ് മുതലേ തുടങ്ങുന്നുണ്ട്. 40 അല്ലെങ്കിൽ 45 വയസ്സ് തൊട്ട് ഓരോ 2 കൊല്ലം കൂടുമ്പോൾ എല്ലാ സ്ത്രീകളും മാമോഗ്രാമിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, 65 വയസ്സ് വരെയെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്തനാർബുദം നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. മാമോഗ്രാം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും ലഭ്യമാണ്. മാമോഗ്രാമിനെ ഭയന്ന് ആരുമായി ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. മാമോഗ്രാം സ്ക്രീനിങ് ഒരു നോർമൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാർട്ടായി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം. ബ്രസ്റ്റ് ക്യാൻസറിന് പുറമെ സ്ക്രീനിങ് ഏറ്റവും കൂടുതലുള്ള ഒരു ക്യാൻസർ സെർവൈക്കൽ ക്യാൻസറാണ്, അഥവാ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസർ. പാപ്പ് സ്മിയർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തുള്ള ഗൈനക്കോളജി ഡോക്ടറെയോ ഏത് ഡോക്ടറെ പോയി കണ്ടാലും പാപ്പ് സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. അതൊരു OP ബേസിക്സിൽ തന്നെ ചുരണ്ടി നോക്കി ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അതിൻ്റെ പുറമെ HPV എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിവരെ സർവൈക്കൽ ക്യാൻസർ തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ പുറമെ ശ്വാസകോശ ക്യാൻസർ, പ്രത്യേകിച്ച് വളരെയധികം ഇൻസിഡൻസ് കൂടി വരുന്നതുകൊണ്ട് ലങ് ക്യാൻസർ സ്ക്രീനിങ് ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അഥവാ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് 20 കൊല്ലം 30 കൊല്ലത്തിൽ കൂടുതൽ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ 55 വയസ്സാവുമ്പോഴേക്കും 2 കൊല്ലത്തിലൊരിക്കൽ ലോ ഡോസ് CT സ്കാൻ എടുക്കണമെന്നാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സ്ക്രീനിങ് അല്ല. കാരണം രോഗിക്ക് എൻ്റെ CT സ്കാൻ തികയാത്ത സമയത്ത് സ്ക്രീനിങ്ങിൻ്റെ CT സ്കാൻ പറയുന്നത് അത്ര ലഭ്യമല്ല. പക്ഷേ അമേരിക്കയിലൊക്കെ ലങ് ക്യാൻസർ സ്ക്രീനിങ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. 4ാമത് സ്ക്രീനിങ് ഉപകാരം കണ്ടിട്ടുള്ള ഒരു മെയിൻ ക്യാൻസർ കുടലിൻ്റെ ക്യാൻസറാണ്, കൊളോൺ ക്യാൻസർ. അപ്പോൾ അതിന് സ്റ്റൂൾ ഒക്കൽ ബ്ലഡ് അഥവാ മലത്തിൽ രക്തത്തിൻ്റെ അംശം ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യം കൊളോൺ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനിങ് മെത്തേഡ്. ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ പാരമ്പര്യമായിട്ട് ക്യാൻസറിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ പാരമ്പര്യമായി കുടലിൻ്റെ ക്യാൻസറുള്ള ആളുകൾക്കൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി അഥവാ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് ഒരു കുഴലിട്ട് 2 കൊല്ലം കൂടുമ്പോൾ 5 കൊല്ലം കൂടുമ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിങ്ങുകളുടെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിങ്ങിൽ മിക്കതും തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. അവരെയൊക്കെ ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ സ്ക്രീനിങ്ങിന് കുറേ പോരായ്മകളുണ്ട്. ഒന്ന്, എല്ലാ ക്യാൻസറും സ്ക്രീനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. 2, ഈ കണ്ടുപിടിക്കുന്ന ക്യാൻസേഴ്സൊക്കെ തുടക്കത്തിലുള്ള സ്റ്റേജിലാവണമെന്നില്ല. 3, ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ 2 കൊല്ലത്തിലൊരിക്കൽ മാമോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു. 2 മാമോഗ്രാമിൻ്റെ ഇടയിൽ ഒരാൾക്ക് ക്യാൻസർ വരാം. അപ്പോൾ ഈ 2 കൊല്ലം എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ രോഗികൾക്കും അങ്ങനെ ആവണമെന്നില്ല. എന്നിരുന്നാലും ഇപ്പോഴുള്ള പരിമിതികളൊക്കെ വെച്ച് നോക്കിയാലും നമ്മുടെ നാട്ടിൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സ്ക്രീനിങ് ടെസ്റ്റുകൾ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടറുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിങ് ടെസ്റ്റിലൂടെ കടന്നു പോകുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.